നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വമ്പൻ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ഓറിയോൺ അതെ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാതെ വളരെ ദൂരെ പുറംകടലിൽ കിടക്കുകയാണ്. MSCയുടെ തന്നെ ഡെയ്ല എന്ന കപ്പൽ ഇതിനു മുൻപ് വന്നിരുന്നു. പിന്നെ എൻ്റെ അതിനുശേഷം MSCയുടെ ഒരു ഫീഡർ കപ്പലായ അഡു 5 അതിപ്പോൾ തിരികെ പോയിട്ടുണ്ട്. അത് പോയതിന് തൊട്ട് പിന്നാലെ MSCയുടെ ഓറിയോൺ തുറമുഖത്തേക്ക് അടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം. തുറമുഖത്തു നിന്നും ടഗ് ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ദൃശ്യം വളരെ ദൂരെയായി ഇവിടെ വന്ന ഫീഡർ കപ്പൽ MSC അഡു 5 അതിവിടെ തിരികെ പോയിട്ടുണ്ട്. MSCയുടെ ഓറിയോൺ ഇവിടെ കിടപ്പുണ്ട്. വളരെ വ്യക്തമായ ഒരു ദൃശ്യമാണ്. ആദ്യം ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലാണ്, ഒരു ഷിപ്പാണ്, ഒരു ടഗ് അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് പിന്നീടുള്ള ടഗുകൾ എത്തിച്ചേരും. എന്തായാലും അത് നമുക്ക് ഈ ഭാഗത്തു നിന്നും വളരെ മികച്ച രീതിയിലുള്ള ഒരു വിഷ്വൽ തന്നെയാണ് ഈ കപ്പലെത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ഡിസംബർ മാസം തുടങ്ങുന്നതിന് മുന്നേയായി നടക്കുന്ന ട്രയൽ റണ്ണിൻ്റെ ഭാഗമായി ലോകോത്തര കപ്പൽ കമ്പനികളുടെ മദർഷിപ്പുകൾ കണ്ടെയ്നറുകളുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSCയുടെ മൂന്നാമത്തെ കപ്പലായ ഓറിയോൺ 2024 സെപ്റ്റംബർ 4 ഇവിടെ ബെർത്ത് ചെയ്യുകയാണ്. ഇതിനു മുൻപ് വന്ന മദർഷിപ്പായ MSCയുടെ തന്നെ ഡെയ്ലയിൽ നിന്ന് 1500ഓളം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയിരുന്നു. ഡെയ്ലയ്ക്ക് ഏതാണ്ട് 13,000 മുകളിൽ കണ്ടെയ്നറുകൾ വഹിക്കുവാനുള്ള ശേഷിയുണ്ടായിരുന്നു. അതിനുശേഷം MSCയുടെ തന്നെ ഫീഡർ കപ്പലായ അഡു 5 എത്തുകയും കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് കയറ്റി പുറപ്പെടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ പുറംകടലിൽ നിന്നും ഓറിയോൺ തുറമുഖത്തേക്ക് കയറുകയും ചെയ്തു. അന്താരാഷ്ട്ര കപ്പൽ ചാലിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃത്യാ തന്നെ 20 മീറ്ററോളം ആഴമുള്ള വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനക്ഷമത ഇപ്പോൾ വിലയിരുത്തപ്പെടുകയാണ്. വിഴിഞ്ഞത്ത് കപ്പലുകൾ വരുന്നതിന്റെ ദൃശ്യങ്ങൾ പതിവായി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുകയാണ്. ഏതാണ്ട് പരമാവധി 10-15 മിനിറ്റിനുള്ളിൽ തന്നെ പുറംകടലിൽ നിന്ന് വമ്പൻ കപ്പലുകൾ ബെർത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് കണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന MSC ഓറിയോണിന്റെ പ്രത്യേകതകൾ നോക്കിയാൽ പോർച്ചുഗൽ ഫ്ലാഗിലുള്ള കപ്പലാണിത്. ബ്രസീലിൽ നിന്നാണ് വിഴിഞ്ഞത്തേക്ക് എത്തിയത്. 366 മീറ്റർ നീളവും 51.11 മീറ്റർ വീതിയും ഇതിനുണ്ട്. ക്ലാസ് A ട്രാൻസ്പോണ്ടർ വിഭാഗത്തിൽ വരുന്ന ഒരു കണ്ടെയ്നർ കാർഗോ ഷിപ്പാണ് MSC ഓറിയോൺ. ഇപ്പോൾ ഇതിൻ്റെ ഡ്രോട്ട് 12.7 മീറ്ററാണ്. കപ്പലുകളിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകളെ തുറമുഖത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്രെയിനുകൾ ഉപയോഗിച്ച് ബെർത്തിലേക്കും തിരികെ കപ്പലിലേക്കും കയറ്റുന്ന ട്രയൽ റണ്ണാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നത്. സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ക്രെയിനുകളുടെ സാങ്കേതിക മികവ് പരിശോധിക്കുന്നതിനും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റു കപ്പലുകളിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ബെർത്തിന്റെ അവസാന ഭാഗത്തേക്ക് കപ്പൽ അടുപ്പിക്കുന്നതാണ് കാണുവാൻ സാധിച്ചത്. ഇപ്പോൾ എത്തിയ ഓറിയോണിൽ 15,000ഓളം കണ്ടെയ്നറുകളാണ് ഉള്ളത്. കമ്മീഷനിങ്ങിന് മുന്നേ തന്നെ ഏതാണ്ട് 10ഓളം കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് പറയുന്നത്. കൂടാതെ നേരത്തെ ഓർഡർ ചെയ്തിരുന്ന തുറമുഖ ക്രെയിനുകളിൽ ഒരെണ്ണം കൂടി ചൈനയിൽ നിന്നും എത്തുവാനുണ്ട്. അതും ഈ മാസം പകുതിയോടെ എത്തുമെന്ന് അറിയുകയാണ്. ഇപ്പോൾ എത്തിയ MSCയുടെ ഓറിയോണിന് തൊട്ട് പിന്നാലെ MSCയുടെ തന്നെ അഡലെ എന്ന ഒരു കപ്പൽ കൂടി വരുന്നതായിട്ടാണ് അറിയുവാൻ സാധിച്ചത്. എന്തായാലും ഈ കപ്പലുകൾ ഇങ്ങനെ ചറപറ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതിലുള്ള സന്തോഷവും അറിയിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ ക്യാമറയിൽ അത്ര വ്യക്തമല്ല, എന്നിരുന്നാലും ഇവിടെ പോർട്ടിലെ ക്രെയിനിൻ്റെ പിൻഭാഗത്തായിട്ട് കണ്ടെയ്നറുകൾ നേരത്തെ വന്ന ഡെയ്ലിയിൽ നിന്നും അതുപോലെ അഡു 5 നിന്നും ഇറക്കിയ കണ്ടെയ്നറുകൾ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഡെയ്ലിയിൽ നിന്നും 1500ഓളം കണ്ടെയ്നറുകളാണ്